ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ഭക്തമനസ്സുകളിൽ ആനന്ദത്തിൻ്റെ അമൃതമഴ പെയ്യിക്കുന്ന ഗുരുവായൂർ പുണ്യസങ്കേതത്തിൽ ഇന്ന് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഉച്ചപൂജയ്ക്ക് അലങ്കരിച്ചിരിക്കുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഭക്തർക്കായി ദർശനം നൽകുന്നത് സാക്ഷാൽ അനന്തപത്മനാഭസ്വാമിയായിട്ടാണ്. പ്രപഞ്ചനാഥൻ അനന്തശയനത്തിൽ അമർന്നിരിക്കുന്ന ആ ദിവ്യരൂപത്തെ നമുക്ക് ധ്യാനിക്കാം. ശ്രീലകത്ത് കളഭം കൊണ്ട് അതീവ ഹൃദ്യമായിട്ട് ഒരുക്കിയ അനന്തൻ്റെ മെത്തയിലാണ് ഭഗവാൻ ശയിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ കലാതീതമായ അവസ്ഥയെയാണ് അനന്തൻ സൂചിപ്പിക്കുന്നത്. ആദിശേഷന്റെ പത്തികൾ ഭഗവാന്റെ ശിരസിനു മുകളിൽ വെൺകൊറ്റക്കുട പോലെ ഇങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. ചന്ദനവും കളഭവും ചേർന്നുള്ള ഈ അലങ്കാരം ഭക്തന്റെ ഹൃദയത്തിൽ ശാന്തിയും കുളിർമയും നിറയ്ക്കുകയാണ്. അനന്ത പത്മനാഭ ഭാവം എങ്ങനെയാ നോക്കിയാലോ? കാലുകൾ നീട്ടി നിവർന്ന് സർവചരാചരങ്ങൾക്കും അഭയമേകുന്ന ഭാവത്തിലാണ് ഭഗവാൻ കിടക്കുന്നത്. തൃപ്പാദങ്ങളിൽ പൊന്നുരുകി ഒഴുകണ പോലെ ഇങ്ങനെ ചന്ദനത്തിൻ്റെ പൊന്തളകൾ ശോഭിക്കുന്നുണ്ട്. ചുവന്ന പട്ട് ഞൊറികളോടെ ഭഗവാന്റെ അരയിൽ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ തിളങ്ങുന്ന മാങ്ങാമാലയും വലിയ ഒരു പതക്കവും ഉണ്ട്. കൈകളിൽ സ്വർണ്ണവളകളുണ്ട്, തോൾവളകളുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ തേജസ്സോടെ നിൽക്കുന്ന ഭഗവാനാണ്. കളഭം കൊണ്ട് തന്നെ നിർമ്മിച്ച വലിയ ഒരു കിരീടമാണ് ഭഗവാന്റെ തിരുമുടിയിൽ ശോഭിക്കുന്നത്. ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ വശം എന്ന് പറയുന്നത് അതിൻ്റെ ശൈവ വൈഷ്ണവ ഐക്യമാണ്. അതായത് ഭഗവാന്റെ ഇടത് കൈയിൽ പ്രപഞ്ച സൃഷ്ടിയുടെ പ്രതീകമായിട്ടുള്ള താമരപ്പൂവാണ് ഉള്ളത്. വലത് കൈയിൽ നോക്കി നോക്കൂ, എന്താണെന്ന്? കൂവളപ്പൂവാണ് പിടിച്ചിരിക്കുന്നത്. കൂവളത്തിൻ്റെ ഇലയാണ് പിടിച്ചിട്ടുള്ളത്. അടുത്ത് തന്നെ ഒരു ശിവലിംഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അർപ്പിക്കുന്നതായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. അതായത് മഹാവിഷ്ണുവും മഹാദേവനും ഒന്നാണ് എന്നുള്ള ഉദാത്തമായ തത്വമാണ് ഈ അലങ്കാരം നമുക്ക് കാണിച്ചു തരുന്നത്. തിരുമുടിയിലേക്ക് നോക്കൂ, അവിടെ 3 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ചുവന്ന തെച്ചിയും വെളുത്ത പൂക്കളും ചേർന്നുള്ള മാലകൾ മുഖാരവിന്ദത്തിന്, ഭഗവാന്റെ മുഖാരവിന്ദത്തിന് മാറ്റുകൂട്ടുകയാണ്. ഇതുകൂടാതെ 4-5 വലിയ ഉണ്ടമാലകൾ ഭഗവാന്റെ മുകളിൽ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. തുളസി, തെച്ചി, താമര കൊണ്ടുള്ള ഉണ്ടമാലകൾ ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ നീളത്തിൽ അണിഞ്ഞിട്ടുണ്ട്. ഈ അനന്തപത്മനാഭന്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ഹൃദയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൈവിടരുതേ കണ്ണാ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഭക്തരുടെ ആത്മവിങ്ങലുകൾക്ക് ഉത്തരമായിട്ട് ഭഗവാൻ ഇങ്ങനെ ആനന്ദത്തോടെ നമ്മളെ അനുഗ്രഹിക്കും. നാമജപങ്ങളാൽ മുഖരിതമായ ശ്രീലകത്തെ ദൃശ്യം മനസ്സിലുറപ്പിച്ചുകൊണ്ട് നമുക്ക് ജപിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.